വി ഡി സതീശനോടാണ് ചോദിക്കേണ്ടത്. വി ഡി സതീശൻ പറയട്ടെ എന്താണെന്ന്. ഒരു മന്ത്രി ജമാഅത്തിയുടെ വേദിയിൽ പങ്കെടുക്കുന്നു, ഒരു MLA CPM MLA ജമാഅത്തിയുടെ വേദി പങ്കിടുന്നു. നമ്മൾ CPM ജമാഅത്തിയുടെ വേദി പങ്കിടുന്നതുകൊണ്ടോ എന്നുള്ളതല്ല, അദ്ദേഹം തന്നെ അവരെന്നെ പറഞ്ഞല്ലോ. എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല. കനികോ എന്തോ ഒരു പേര് പറഞ്ഞിട്ട് ആ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയതാണെന്നുള്ളതാണ്. ഇപ്പോൾ പങ്കിടുന്ന വേദി പങ്കിടുന്നതൊന്നുമല്ല പ്രശ്നം. വേദിയല്ല യഥാർത്ഥത്തിൽ പങ്കിടുന്നത്, അവരുടെ പരിപാടിയുമല്ല, അവരുടെ അനുബന്ധ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതേ പറഞ്ഞ അതൊന്നും അവരെ അറിയില്ലായിരുന്നില്ല എന്ന് അവർ പറഞ്ഞു. അത് പറഞ്ഞവർ അവർ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പങ്കെടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അറിയാണ്ട് പങ്കെടുത്തതാണ്. പിന്നെ അതിൻ്റെ മേലെ കയറി ചൊറേണ്ട വല്ല കാര്യമുണ്ട്. ഏതാ പത്രം? ഏഷ്യാനെറ്റാണ്. SNDP ഒരു ഐക്യത്തിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത് സജീവമാണെന്ന് മതരാഷ്ട്രമാണ് ലക്ഷ്യം അദ്ദേഹം തുറന്നു പറഞ്ഞു. അത് പറയേണ്ട കാര്യമില്ല. ഞാൻ അതേ പറഞ്ഞില്ല, നേരത്തെ ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ പിന്നെ അത് അത്ഭുതമുള്ളത്. കാക്കയുടെ നിറം കറുപ്പാണ്. കറുപ്പാണ് എന്ന് പറഞ്ഞത് ശരിയാണോ നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? കാക്കയുടെ നിറം എല്ലാവർക്കും അറിയില്ല കറുപ്പാണെന്ന്. അല്ല അത് അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. സതീശനോട് ചോദിക്കണം. സതീശനോട് ഇന്ന് തന്നെ ചോദിച്ചു വെച്ചിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം തന്നെയാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്, ഞങ്ങളതിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് ഈ ജമാഅത്തെ ഇസ്ലാമി പറയുന്നുണ്ടല്ലോ. വി ഡി സതീശ എന്ന് ചോദിച്ചിട്ട് എന്താ കോൺഗ്രസും വി ഡി സതീശനും മറുപടി പറയുന്നത് നോക്കാം. വർഗീയ ധ്രുവീകരണം വ്യാപകമായി നടന്നു എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് വർഗീയ ധ്രുവീകരണത്തിന്റെ പ്രശ്നമൊന്നുമല്ല. പിന്നെ വെറുതെ പിൻവലിക്കും ആരെങ്കിലും? അത് അദ്ദേഹത്തോട് ചോദിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ വർഗീയതയ്ക്കെതിരായിട്ട് പൊരുതുന്ന, അത് ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരായി പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാം സ്ഥാനത്തുള്ള പാർട്ടി CPIM ആണ്. ആ CPIM-നെ നിങ്ങളെല്ലാം കൂടി ചേർന്ന് മാധ്യമങ്ങളെ ഒരു ശൃംഖല തന്നെ ഉപയോഗിച്ച് ഭൂഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി CPIM എന്തോ ഇവരുമായിട്ട് ഒരു ഡീലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചാരവേലയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ പ്രചാരവേല ഞങ്ങൾ അന്നും ഇന്നും അംഗീകരിക്കുന്നതല്ല. ഏറ്റവും ശക്തിയായ വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM. അത് അന്നും അതെ, ഇന്നും അതെ, നാളെയും അങ്ങനെ തന്നെയായിരിക്കും. അക്കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും നിലപാട് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാടുകളൊന്നും പാർട്ടി നിലപാടല്ല എന്ന് ഉറപ്പായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്.